ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. വി ഡി സതീശനെ ഫോണിൽ വിളിച്ചു. നിർണായകം നിലമ്പൂർ സീറ്റ്, പോലീസിന്റെ വലിയ അബദ്ധം. ഇനി അൻവറിന്റെ കളികൾ, പാസ് നൽകി ലീഗ്. മലപ്പുറം, അൻവറിന്റെ വനംവകുപ്പ് ഓഫീസ് മാർച്ച് യുഡിഎഫിലെത്തുമോ? മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് LDF വിട്ട PV അൻവർ MLAയ്ക്ക് യുഡിഎഫിലെത്താനുള്ള വഴിയായി വനംവകുപ്പ് ഓഫീസ് മാർച്ചും അപ്രതീക്ഷിത അറസ്റ്റും മാറുന്നു. DMK രൂപീകരണവും പല തലത്തിലുള്ള സഖ്യ ചർച്ചകളുമൊക്കെയായി രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായിരിക്കെയാണ് വനം ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധയാത്ര രംഗത്തെത്തിയത്. UDF നേതാക്കളെ ക്ഷണിച്ചെങ്കിലും അവർ പങ്കെടുക്കില്ലെന്നറിയിച്ചതോടെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞു. വലിയ ഒച്ചപ്പാടുകളില്ലാതെ യാത്ര സമാപിക്കാനിരിക്കെയാണ് ഈ സംഭവങ്ങൾ. അതോടെ അൻവർ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ അമരത്തെത്തി. അതോടെ വന നിയമത്തിനെതിരായ പ്രതിഷേധവും തുടർന്നുള്ള അപ്രതീക്ഷിത അറസ്റ്റുമുയർത്തിയ ചർച്ചകളെ UDF പ്രവേശനത്തിനുള്ള സാധ്യതയാക്കി മാറ്റാൻ PV അൻവർ MLA നേരെ പാണക്കാടേക്ക് സതീശനെ വിളിച്ചു. കരുക്കൾ നീക്കി അൻവർ. UDF വിപുലീകരണ ശ്രമങ്ങൾ നടക്കുന്ന സമയത്താണ് അൻവറിന്റെ നീക്കം. വനംവന്യ ജീവി ആക്രമണം മലയോര മേഖലയുടെ വിശ്വാസം നേടാൻ സഹായിക്കുമ്പോൾ പോലീസ് നടപടി പ്രതിപക്ഷ പിന്തുണയും നൽകുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനു അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടത് ഇതിന്റെ ആദ്യപടിയാണ്. ജയിലിൽ നിന്ന് മോചിതനായ ഉടൻ അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഫോണിൽ വിളിച്ചിരുന്നു. പിണറായി വിജയനെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിൽ UDFുമായി സഹകരിക്കുന്നതിനു എന്തു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. MLA പോയിട്ട് തനിക്ക് പഞ്ചായത്ത് മെമ്പർ പോലുമാകേണ്ടെന്നും മലയോര മേഖലയിലെ മനുഷ്യർക്കായി നടക്കുന്ന പോരാട്ടത്തിനാണ് UDF പിന്തുണ തേടുന്നതെന്നുമാണ് അൻവർ പറയുന്നത്. കർഷക സംഘടനാ പ്രതിനിധികൾ, ബിഷപ്പുമാർ എന്നിവരെ അണിനിരത്തി മലയോര മേഖലയിൽ പുതിയ പോർമുഖം തുറക്കാനാണ് അൻവറിന്റെ ശ്രമം. UDFിന്റെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ അതിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന വിലയിരുത്തലിലാണ് DMKയും അൻവറും. നിലമ്പൂർ വിട്ടാൽ പൊട്ടിത്തെറി. മുൻ കോൺഗ്രസുകാരനായ അൻവറിനു മുന്നിൽ രണ്ട് സാധ്യതകളാണുള്ളത്. കോൺഗ്രസ് പാർട്ടിയിൽ ചേരുക, അല്ലെങ്കിൽ DMKയെ നിലനിർത്തിക്കൊണ്ടുതന്നെ UDFിന്റെ ഭാഗമാവുക. ഇതിൽ രണ്ടാമത്തെ സാധ്യതയ്ക്കാണ് അൻവറിന്റെ ആദ്യ പരിഗണന. കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകമാണ്. അൻവറിന്റെ UDF പ്രവേശന ചർച്ച ഉയർന്നുവന്നാൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ ലീഗ് നേരത്തെ തീരുമാനിച്ചിരുന്നു. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവും പ്രവർത്തനവുമാണ് അൻവർ DMK രൂപീകരണ കാലത്തെ ലക്ഷ്യമിട്ടിരുന്നത്. അൻവറിന്റെ നിലപാടിൽ സ്ഥിരതയില്ലെന്ന ആരോപണം കോൺഗ്രസിലെയും UDFിലെയും പല നേതാക്കൾക്കുമുണ്ട്. എന്നാൽ മലയോരത്തെ വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തെളിയിക്കാനാകും അൻവറിന്റെ ശ്രമം. കോൺഗ്രസിൽ ചേരുകയോ UDFിന്റെ ഭാഗമാവുകയോ ചെയ്താൽ അൻവറിന് നൽകേണ്ട സീറ്റും കോൺഗ്രസിൽ തർക്കത്തിന് കാരണമാകാം. അൻവർ 2 തവണയായി ജയിച്ച നിലമ്പൂർ അതിനു മുൻപ് പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് കോട്ടയായിരുന്നു. ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് വേരോട്ടമുള്ള സീറ്റുകളിലൊന്നാണ് നിലമ്പൂർ. ഇത് വിട്ടുകൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. വിട്ടുവീഴ്ചയിൽ അൻവർ ഏതറ്റം വരെ പോകാൻ തയ്യാറാകുമെന്നത് UDF പ്രവേശനത്തിൽ നിർണായകമാകും. മുൻ കോൺഗ്രസുകാരൻ, കരുത്തുകാട്ടിയ സ്വതന്ത്രൻ, ദീർഘകാലം AICC അംഗമായിരുന്ന PV ഷൗക്കത്തലിയുടെ മകന്റെ രാഷ്ട്രീയ പ്രവേശനം സ്വാഭാവികമായും കോൺഗ്രസിലൂടെയായിരുന്നു. കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ അന്ന് തന്നെ ആരോപണ വിധേയനായി. കോൺഗ്രസിൽ 4ാം ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അൻവർ 2011 ഇടതുപക്ഷവുമായി അടുക്കുന്നത്. അന്നു ഏറനാട് മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനാകാനുള്ള നീക്കം CPIയുടെ എതിർപ്പിൽ തട്ടിപ്പൊളിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ സ്വതന്ത്രനായി കരുത്തുകാട്ടി. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക തകർത്ത് 2016 നിയമസഭയിലേക്ക് ജയിച്ചതോടെ അൻവർ ഇടതുപ്രവർത്തകരുടെ ആവേശമായി. മൂർച്ചയുള്ള വാക്കും തന്റേടവും CPIൽ ആരാധകരെ നേടിക്കൊടുത്തു. 2021 വിജയം ആവർത്തിച്ചെങ്കിലും പോലീസിനെതിരെ നടത്തിയ കലാപം കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തുനിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നു. പോരിനൊരുങ്ങി തലസ്ഥാനം. ഫെബ്രുവരി 5 ഡൽഹി പോളിംഗ് ബൂത്തിൽ വോട്ടെണ്ണൽ 8. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5. ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ജനുവരി 17. സൂക്ഷ്മപരിശോധന 18 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 20 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. EVM അട്ടിമറി ആരോപണങ്ങൾ കമ്മീഷനെ വേദനിപ്പിച്ചെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ വോട്ടെണ്ണലിന്റെ വേഗം കുറച്ചു. ചോദ്യം ചെയ്യാനുള്ള അവകാശം അടിസ്ഥാനരഹിത പ്രചാരണം നടത്താനുള്ള അവകാശമല്ല. എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പുകളും സുതാര്യമാണ്. വോട്ടർമാർ നല്ല ധാരണയുള്ളവരാണ്. വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടെ അട്ടിമറി സാധ്യമല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ്. തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി നടി ഹണി റോസ്. കൊച്ചി, വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകി. തനിക്കെതിരെ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നുവെന്ന് കാണിച്ചാണ് എറണാകുളം സെൻട്രൽ പോലീസിന് ഇന്ന് രാവിലെ പരാതി നൽകിയത്. നേരത്തെ സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ലൈംഗികാധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ 30 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ബോബി ചെമ്മണ്ണൂർ,
താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ കുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണിറോസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് രാവിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ കുട്ട വിമലാദിത്യയുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നടി നൽകിയ പരാതിയിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് ഇത്. പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയും പരാതി നൽകിയത്. ഹണിറോസ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിന് താഴെ അശ്ലീലവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ നടത്തിയ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെ ഇൻസ്റ്റഗ്രാം പേജിലും അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെയും പോലീസ് നടപടിയെടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. യൂട്യൂബ് ചാനലുകളും കുടുങ്ങിയേക്കും. 4 മാസം മുൻപ് നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെക്കുറിച്ച് വ്യവസായിയുടെ പേര് പരാമർശിക്കാതെ തന്നെ ഹണിറോസ് സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. തനിക്കെതിരെ നിരന്തരം ലൈംഗികാധിക്ഷേപവും അപവാദ പ്രചരണങ്ങളും നടത്തുമെന്ന് ഇതിൽ ഹണിറോസ് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ താൻ മുന്നോട്ടു പോകുമെന്നും പ്രതികരിക്കാൻ അറിയാത്തതിനാൽ അല്ല നിശബ്ദയായിരുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. 3 കടങ്ങൾ മാത്രം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞിരുന്നു. പാർട്ടിക്ക് വേണ്ടിയാണ് അച്ഛൻ കടക്കാരനായത്. ബത്തേരി, വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി മൂത്ത മകൻ വിജേഷും മരുമകൾ പത്മജയും രംഗത്ത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ പുറത്തുവിട്ടതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇവർ രംഗത്തെത്തിയത്. NM വിജയന്റെ മരണത്തിനു കാരണം കുടുംബ പ്രശ്നമാണെന്ന് വരുത്തിത്തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് ഇവർ ആരോപിച്ചു. കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞുവരുത്താൻ തുടങ്ങിയതോടെയാണ് കത്ത് പുറത്തുവിട്ടതും പ്രതികരിക്കേണ്ടി വന്നതെന്നും ഇവർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ വേദനിപ്പിച്ചു. കത്ത് പുറത്തുവിട്ടില്ലെങ്കിൽ മരണത്തിന് കാരണം ഞങ്ങളാണെന്ന് എല്ലാവരും കരുതും. വിജയൻ എഴുതിയ കത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, VD സതീശൻ, K സുധാകരൻ എന്നിവർക്ക് നൽകണമെന്നാണ് എഴുതിയിരുന്നത്. കത്ത് ആദ്യം IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും കാണിച്ചു. സഞ്ചയനത്തിന്റെ പിറ്റേന്ന് സതീശനെയും അതിന്റെ പിറ്റേന്ന് സുധാകരനെയും കത്ത് വായിച്ചു കേൾപ്പിച്ചു. കത്തിൽ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നതെന്നും വ്യക്തതയില്ല എന്നുമാണ് സതീശൻ പറഞ്ഞത്. നടപടിയെടുക്കാമെന്ന് സുധാകരനും പറഞ്ഞു. എന്നാൽ മരണം കുടുംബ പ്രശ്നമാക്കി മാറ്റാനുള്ള നീക്കമാണ് തുടർന്നും നടന്നുകൊണ്ടിരുന്നത്. ഇതേ തുടർന്ന് വനിതാ സെല്ലിൽ പരാതി നൽകേണ്ടി വന്നു. IC ബാലകൃഷ്ണനും DP രാജശേഖരനുമാണ് ദുഷ്പ്രചാരണത്തിനു പിന്നിൽ. മരണശേഷം നേതാക്കന്മാർ ആരും വീട്ടിൽ വന്നില്ല. പൊതുശ്മശാനത്തിൽ അടക്കണമെന്നായിരുന്നു NM വിജയൻ പറഞ്ഞത്. എന്നാൽ നേതാക്കൾ ഇടപെട്ട് ദഹിപ്പിക്കുകയാണുണ്ടായത്. വീട്ടിൽ വന്ന ആളുകൾ പണം ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിൽ 3 കടങ്ങൾ മാത്രം തിരിച്ചു നൽകണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ തുകകളാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അച്ഛൻ കടക്കാരനായത്. പാർട്ടിക്കാർ ആരും സഹായിക്കാൻ തയ്യാറായില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമാണ്, വിജേഷ് പറഞ്ഞു. ട്രോളി ബാഗ് വിവാദം N കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ CPM. തിരുവനന്തപുരം, പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനിടെയുണ്ടായ നീലട്രോളി ബാഗ് വിഷയത്തില് CPM നേതാവ് N കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ പാർട്ടി സംസ്ഥാന സമിതി തീരുമാനം. കൃഷ്ണദാസിന്റെ പ്രസ്താവന പാർട്ടിയിലെ ഭിന്നതയുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കി. കൃഷ്ണദാസിന്റെ നിലപാട് പാർട്ടി നിലപാടിന് വിരുദ്ധമായിരുന്നുവെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നടപടിയുടെ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയതിനു പിന്നിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യക്കുറിപ്പ് പുറത്തുവന്നിട്ടുണ്ടെന്ന് MV ഗോവിന്ദന് പറഞ്ഞു. DCC മുൻ പ്രസിഡന്റ് IC ബാലകൃഷ്ണന്, MLA ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചന് തുടങ്ങിയവരെ തട്ടിയെടുത്ത പണത്തിന്റെയും പാർട്ടിക്കു വേണ്ടി ഏറ്റെടുക്കേണ്ടിവന്ന ലക്ഷങ്ങളുടെ ബാധ്യതയുടെയും തുടർച്ചയായാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടിവന്നത്. ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം IC ബാലകൃഷ്ണന് MLAയുടെ നിർദ്ദേശപ്രകാരം നേതാക്കൾ പങ്കിട്ടെടുത്ത കാര്യവും വ്യക്തമായിട്ടുണ്ട്. കടത്തില് കുരുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ ആരും തിരിഞ്ഞുനോക്കിയില്ലെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. പാർട്ടി തലയിൽ കെട്ടിവെച്ച 32 ലക്ഷത്തിന്റെ വായ്പ 65 ലക്ഷമായി ഉയർന്നു. കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ IC ബാലകൃഷ്ണന് MLA സ്ഥാനം രാജിവെക്കണം. UDF നേതാക്കൾ നിലപാട് വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വിജയൻ കത്ത് നൽകിയിരുന്നു. സഹകരണ മേഖലയിലെ അഴിമതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകര് ജീവനൊടുക്കുന്നുണ്ടെന്നും MV ഗോവിന്ദന് പറഞ്ഞു. നവീന് ബാബുവിന്റെ ആത്മഹത്യ വിവാദമായപ്പോൾ PP ദിവ്യക്കെതിരെ CPM മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. എന്നാൽ DCC ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവും പാർട്ടി അധ്യക്ഷനു മുന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ലെന്നും ഗോവിന്ദന് കുറ്റപ്പെടുത്തി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് MV ഗോവിന്ദന് പറഞ്ഞു. എന്നാൽ CBI ഉപയോഗിച്ച് പാർട്ടി നേതാക്കളെ പ്രതിയാക്കിയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി. കുഞ്ഞിരാമന് ഉൾപ്പെടെയുള്ള നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്തി ശിക്ഷിച്ചതിന് പാർട്ടി ഏതറ്റം വരെയും പോയി നേരിടുമെന്നും ഗോവിന്ദന് പറഞ്ഞു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2025 മുതൽ 26 വരെ വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നാളെ. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2025 മുതൽ 26 വരെ വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നാളെ. 2025 ജനുവരി 8 ബുധനാഴ്ച
രാവിലെ 10:30 മരിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാ ആസൂത്രണ സമിതി അംഗം അംബിക മംഗലത്ത് ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് മുഖ്യാതിഥിയായിരിക്കും. ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ തദ്ദേശീയ കുട്ടികൾക്കായി സൗജന്യമായി വൈറ്റ് വാട്ടർ കയാക്കിംഗ് പരിശീലനം. ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ തദ്ദേശീയ കുട്ടികളിലെ വെള്ളത്തിലുള്ള പ്രതിഭയും താൽപര്യവും പ്രോത്സാഹിപ്പിക്കാനും ഭാവിയിലെ അത്ലറ്റുകളെ തയ്യാറാക്കാനും കയാക്കിംഗ് രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുന്നു. വൈറ്റ് വാട്ടർ കയാക്കിംഗ് പരിശീലന പരിപാടി ജനുവരി 11 മുതൽ 18 വരെ നടന്നുവരും. പരിശീലന വിശദാംശങ്ങൾ: പ്രായപരിധി 14 മുതൽ 20 വയസ്സുവരെ. പരിശീലന സമയം: ഒരു സെഷൻ 2 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. ഓരോ വ്യക്തിക്കും 2 സെഷനുകൾ ലഭിക്കും. പാഠഭാഗങ്ങൾ: പാഡിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാന പഠനം, നദീ സുരക്ഷയും വൈറ്റ് വാട്ടർ സ്വിമ്മിംഗും, വൈറ്റ് വാട്ടർ റെസ്ക്യൂ സാങ്കേതിക വിദ്യകൾ. ഈ പരിശീലന പരിപാടിയിൽ താൽപ്പര്യമുള്ള എല്ലാ കുട്ടികളും മാതാപിതാക്കളുടെ അനുവാദപത്രം കൊണ്ടുവരിക. പരിശീലകർ: പവൻ കപാലിയാൽ, ഋഷികേഷ്, വൈറ്റ് വാട്ടർ കയാക്കിംഗ് വിദഗ്ധൻ, അക്ഷയ് അശോക് VK, ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ ഇൻചാർജ്. പരിശീലനത്തിന്റെ ലക്ഷ്യം: കേരളത്തിൽ നിന്ന് കൂടുതൽ തദ്ദേശീയ പങ്കാളികളെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് രംഗത്ത് കൊണ്ടുവരികയും കുട്ടികൾക്ക് എക്സ്ട്രീം അഡ്വഞ്ചർ സ്പോർട്സ് രംഗത്തേക്ക് കടന്നുവരാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുക. മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന്റെ ഭാഗമായി പൂമ്പാറ ടൗണിൽ ജനകീയ ബോധവൽക്കരണവും നോട്ടീസ് വിതരണവും സിഗ്നേച്ചർ ക്യാമ്പയിനും നടന്നു. കടകളും വീടുകളും കയറിയുള്ള വലിച്ചെറിയൽ ബോധവൽക്കരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഫാത്തിമാബി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നാസർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ നഷ്ഫ് ക്യാമ്പയിൻ വിശദീകരണം നടത്തി. വിൻസൻ പുല്ലുവേലി, നൌഫൽ കള്ളിയിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലാൽ മാഹിൽ, NSS പ്രോഗ്രാം ഓഫീസർ യഹ്യ മാസ്റ്റർ എന്നിവർ ആശംസ അറിയിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റോസിലി ജോസഫ്, ജെറീന റോയി, വാർഡ് മെമ്പർമാരായ ബോബി ഷിബു, സീന ബിജു, ബാബു മൂട്ടോളി, അസിസ്റ്റന്റ് സെക്രട്ടറി ജയപ്രകാശ് KK, വ്യാപാരികൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർമാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, സാക്ഷരത പ്രേരകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ഫാത്തിമാബി ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കാളികളായി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാവിദ് ഹുസൈൻ നന്ദി പറഞ്ഞു. കോടഞ്ചേരി ആശാഭവനിലെ ഏലിക്കുട്ടി 80 നിര്യാതയായി. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആശാഭവനിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കു ശേഷം കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്നു. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ മരോട്ടിമൂട്ടിൽ MG വർഗീസ് തങ്കച്ചിൽ 84 നിര്യാതനായി. സംസ്കാരം നാളെ ബുധൻ 2024 ജനുവരി 8 രാവിലെ 10 മണിക്ക് വീട്ടിലെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം നാരങ്ങാത്തോട് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ. ഭാര്യ പരേതയായ തങ്കമ്മ, നെല്ലിപ്പൊയിൽ മാളിയേക്കമണ്ണിൽ കുടുംബാംഗം. മക്കൾ പരേതയായ ബേബിമോൾ, സണ്ണി. മരുമക്കൾ പരേതനായ സണ്ണി തുറക്കിൽ, മുത്തപ്പൻപുഴ, സെലിൻ ഏഴാനിക്കാട്ട്, കോടഞ്ചേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.